Hey lovebirds, ഒരു ഹെൽത്തി ചിക്കൻ ബിരിയാണി ആയാലോ? സോ ലെറ്റ്സ് ബിഗിൻ. അതിനായി ഞാൻ ഇവിടെ എടുത്തത് 12 ചിക്കൻ ലെഗ്സ്. അതിന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ യോഗർട്ട്. ഇതെല്ലാം മിക്സ് ചെയ്ത് എയർ ഫ്രയറിലോട്ട് എടുത്തു വെച്ചു. ഇനി നെക്സ്റ്റ് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫെനൽ സീഡ്സ്, കുറച്ച് കരിവേപ്പില എല്ലാം ഇട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇനി 3 സവാള നീളത്തിലായിട്ട് അരിഞ്ഞത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് അതിലോട്ട് എല്ലാം മിക്സ് ചെയ്ത് പിടിപ്പിക്കുക. സവാള ഇടുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഒരു 10 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 10 പച്ചമുളക്, എരിവ് നിങ്ങളുടെ ആവശ്യത്തിന് വെച്ചിട്ട് അത് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് അതെല്ലാം ഇതിലോട്ട് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്യുക, പച്ചമണം പോണ വരെ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ പച്ചമണം വരുമ്പോൾ 1.5 തക്കാളി ചെറുതായി അരിഞ്ഞ് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് മല്ലി, കുറച്ച് പുതിനയില ചെറുതായി കട്ട് ചെയ്ത് ആഡ് ചെയ്യുക. 1 കപ്പ് ഗ്രീക്ക് യോഗർട്ട് ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യുക. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മുടെ എയർ ഫ്രൈഡ് ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് അതും നല്ലോണം മിക്സ് ചെയ്ത് ഒരു ലോ ഫ്ലെയിമിൽ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒരു 15 മിനിറ്റ്സ് ഇരുന്ന് ഒന്ന് വെന്തോട്ടെ. ചിക്കൻ ഓൾറെഡി വെന്തതുകൊണ്ട് അധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഞാൻ ഇവിടെ 2 ഗ്ലാസ് ബസ്മതി റൈസ് കഴുകി വൃത്തിയാക്കിയ റൈസാണ് എടുത്തത്. ഇതിലേക്ക് ആദ്യം മാറ്റി വെച്ച ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. മൊത്തത്തിൽ ഞാൻ 2.5 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് അധികം സ്പൈസസ് ഇടുന്നില്ല. സോ ആകെ ഒരു കഷ്ണം പട്ട, 2 ഇലയ്ക്ക, 1 ഗ്രാമ്പു, 1 ബേ ലീഫ്, 1 സ്റ്റാർ അനീസ്, ഒരു ചെറിയ കഷ്ണം നാരങ്ങ നീര് പിഴിഞ്ഞത്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ. ഇതെല്ലാം ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് അടച്ചു വെച്ചിട്ട് 2 വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം, ഞാൻ ഇതിനകത്ത് അധികം ഓയിൽ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഓനിയൻ ഫ്രൈ ചെയ്തിട്ടല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കാൻ വയ്ക്കുക. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, സ്റ്റാർ അനീസ്, ബേ ലീഫ് എല്ലാം ഇട്ട് സോട്ട് ചെയ്യുക. പിന്നെ 1/4 കപ്പ് കാഷ്യൂ, 1/4 കപ്പ് ഉണക്കമുന്തിരി എല്ലാം ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്യുക. അതിലേക്ക് 1 ക്യാരറ്റ് ചെറുതായി അരിഞ്ഞ് അതും കൂടി ഒന്ന് ഇട്ട് സോട്ട് ചെയ്യുക. ഇതിനകത്തേക്ക് ഇനി ഒരു 1/4 കപ്പ് മല്ലി, അതിൻ്റെ കുറച്ചൊരളവിൽ പുതിനയിലയും കട്ട് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് ഒരു 5 മിനിറ്റ്സ് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഇനി നെക്സ്റ്റ് ദം ചെയ്യൽ പരിപാടിയാണ്. അതിനായി ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ച ചിക്കനിലേക്ക് നമ്മൾ വേവിച്ച അരി പയ്യെ പയ്യെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ആദ്യത്തെ ലെയർ റൈസ് ഇട്ട് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്ത കാഷ്യൂ, കിസ്മിസ് അതെല്ലാം ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ സെക്കൻഡ് ലെയർ അതിൻ്റെ മുകളിൽ വീണ്ടും റൈസ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമ്മുടെ ആ കാഷ്യൂ, കിസ്മിസിൻ്റെ ഒരു ലെയറും കൂടി ഇട്ടിട്ട് അത് നല്ലോണം എയർ ടൈറ്റായിട്ട് ഒന്ന് മൂട്ടി വയ്ക്കണം. എന്നിട്ട് അതൊരു 10 മിനിറ്റ്സോളം ലോ ഫ്ലെയിമിൽ ദം ചെയ്യാൻ വയ്ക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് 2 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം. യൂഷ്വലി ഞാനിങ്ങനെ സൺഡേസ് ആണ് കൂടുതലും നല്ല ഡിഷസ് ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ എൽദോ ഉണ്ടാവും. എൽദോന് അന്ന് അവധിയാണ്. അപ്പോൾ യൂഷ്വലി കട്ടിങ് എൽദോ ആയിരിക്കും. അപ്പോൾ കുക്കിംഗ് ഞാൻ ചെയ്യും, അങ്ങനെ ഡിഷ് വാഷിങ് എൽദോ ചെയ്യും, ക്ലീനിങ് ഞാൻ ചെയ്യും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിങ് ആൻഡ് കെയറിങ്. അപ്പോൾ ഫൈനലി നമ്മുടെ ബിരിയാണി റെഡി. ഹെൽത്തി ബിരിയാണിയാണ്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. സോ എൻ്റെ പ്ലേറ്റിങ്ങിനകത്ത് ഞാൻ 180 ഗ്രാം ഓഫ് റൈസ് വിത്ത് 3 ലെഗ് പീസ്. അപ്പോൾ എനിക്ക് 60-70 ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ ഉണ്ട്, പ്ലസ് സാലഡ്. ഐ ഹോപ്പ് യു ഓൾ എൻജോയ്. താങ്ക് യു.